വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് റെഡിയാക്കണമെന്നൊന്നും അത്ര സവാള ഇരിക്കണുണ്ട്. എന്നാൽ പിന്നെ ഉള്ളിവിടെ തന്നെ ആക്കിയേക്കാം. അങ്ങനെ 2 ചെറിയ സവാളയും 2-3 കറിവേപ്പില, ഒരു ഇഞ്ചി കഷ്ണവും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടിച്ചാലൊന്നും പൊട്ടില്ല, നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് അരിയണം. അങ്ങനെ എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കൊച്ചിനും കൂടി കഴിക്കേണ്ടതുകൊണ്ട് എരിവിന് അത്രയേ വേണ്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇഷ്ടം പോലെ എടുത്തു. അതിനുശേഷം 1 കപ്പ് മൈദ ഇടുക. പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. മൈദ ഈസ് നോട്ട് ഹെൽത്തി, പക്ഷെ നമ്മൾ 2 പൊറോട്ട കഴിക്കുമ്പോൾ ഓർക്കാറില്ലല്ലോ. അതുകൊണ്ട് ഒരു ഉള്ളിവടയല്ലേ പോട്ടടേ. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ ഈസ്റ്റും ഒരു ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അത് കുഴയ്ക്കാൻ പരുവത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം റെഡിയാക്കി കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ റെഡിയായി കഴിയുമ്പോൾ അതിന് നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് കയ്യിൽ വെള്ളം നനച്ചിട്ട് ഒന്ന് അതിൻ്റെ നടുക്കൊരു തുളയിട്ട് കൊടുക്കണം, എന്നാലേ വടയാവുള്ളൂ അല്ലേ. എന്നിട്ട് ഇത് തിളച്ച് എണ്ണയിലോട്ട് ഇടുക. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉള്ളിവടയല്ല കേട്ടോ, പരന്നിരിക്കുന്ന, കണ്ണൂരൊക്കെ പരന്നിരിക്കുന്ന ഉള്ളിവട. പക്ഷെ മൂവാറ്റുപുഴ വന്നേ പിന്നെ ഞാൻ ഈ ഉഴുന്നുവട പോലത്തെ കൂട്ടു ഉള്ളിവട കാണുന്നത്. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇവിടെ അങ്ങനെ മുളക് പൊടിയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിവടയൊക്കെ നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വേണം റെഡിയാക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അകം വേകാണ്ടും പുറം കരിഞ്ഞിരിക്കും. അങ്ങനെ ചൂട് ചായ നല്ല മുരുമുരാ മൊരിഞ്ഞ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ എൻ്റെ വയറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.